ഉംറ സംഘത്തിന്റെ വാഹനങ്ങൾ ഓരോന്നായി മക്കയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. മക്കയുടെ കവാടം കടക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണീരും ദിക്കും അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവരിൽ ഓരോരുത്തരും പലവിധ ആഗ്രഹങ്ങൾ ഉദ്ദേശിച്ചും മറ്റും തീർത്ഥാടനത്തിലെത്തിയവരായിരുന്നു. എന്നാൽ ആയിഷത്താക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഒന്നുകൂടി റസൂലുള്ളാന്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണിലെത്തണം, ഒരു ഉംറ കൂടി ചെയ്യണം. എന്നാൽ പ്രായത്തിന്റെ ആധിക്യം മൂലം ആയിഷത്താക്ക് ഒറ്റയ്ക്ക് ഒന്നും വയ്യായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആനസ് അവരെ കാണുന്നത്. അവൻ അവിടെ ജോലിയുടെ ഒഴിവു സമയങ്ങളിൽ വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ചിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത് ഭാഗ്യമായി കാണുന്ന ഒത്തിരി പേരിൽ ഒരാളായിരുന്നു ആനസ്. അവൻ അവരുടെ സങ്കടത്തിന്റെ കാര്യം തിരക്കി. വളരെ സന്തോഷത്തോടെ സഹായിക്കാമെന്നേറ്റു. അവനൊരു വീൽ ചെയർ സംഘടിപ്പിച്ചു വന്ന് അവരെ അതിലിരുത്തി ഉംറ നിർവഹിക്കാൻ സഹായിച്ചു. ഒരു ദിവസമല്ല, മിക്ക ദിവസങ്ങളിലും അവൻ സഹായവുമായി എത്തി. ഒടുവിൽ ആ പുണ്യഭൂമിയിൽ നിന്നും തിരിച്ച് പോകേണ്ട ദിനമെത്തി. അവരെ യാത്രയാക്കാൻ വേണ്ടി അവനുമെത്തിയിരുന്നു. ബസ്സിൽ കയറുന്നേരം ആയിഷൂത്ത കണ്ണു നിറഞ്ഞു പറഞ്ഞു, മോനെ, എനിക്ക് മക്കളില്ല, ഒരു മോനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചോദിച്ചത് അല്ലാഹു തന്നിട്ടുണ്ട്. എന്നാ അവരൊരു നെടുവീർപ്പെട്ടു. നിന്റെ ഉമ്മയും ഉപ്പയും ഭാഗ്യം ചെയ്തുരാ, പടച്ചോൻ നന്നാക്കട്ടെ. അവനൊരു മന്ദഹാസത്തോടെ അവരെ യാത്രയാക്കി. തിരികെ വന്നു അവന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി. എന്നാൽ അധികം വൈകാതെ അവനൊരു ഫോൺ കോൾ വന്നു. ആയിഷത്ത ബസ്സിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. അവൻ വിവരമറിഞ്ഞ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു പറഞ്ഞു, മയ്യത്ത് കാണാൻ ആയിഷത്താക്ക് നാട്ടിൽ മക്കളും ഭർത്താവും ഒന്നുമില്ല. പിന്നെ ഇവിടെ മയ്യത്ത് ഖബർ അടക്കാൻ വലിയ ആശയായിരുന്നു. അങ്ങനെ അവസാന കർമ്മങ്ങൾ പൂർത്തിയാക്കി മയ്യത്ത് നമസ്കാരവും കഴിഞ്ഞു. ജനാസ മണ്ണിട്ട് മൂടാൻ തുടങ്ങിയതും ഒരു അറബി പ്രസവത്തിൽ മരണപ്പെട്ട ഒരു കുഞ്ഞിന്റെ മയ്യത്തുമായി ഓടിവന്നു. എന്റെ കുഞ്ഞാണ്, പ്രസവത്തിൽ മരിച്ചതാണ്, ഈ മയ്യത്തിന്റെ കൂടട്ട് കിടത്താമോ? അവിടുത്തെ രീതിപ്രകാരം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ഖബർ കുഴിക്കുന്നതിനു പകരം ആരെങ്കിലും മരണപ്പെട്ടു ഖബർ അടക്കാനുണ്ടെങ്കിൽ കൂടെ വെച്ചു കൊടുക്കുക പതിവാണ്. അങ്ങനെ അവരുടെ മയ്യത്തിന്റെ കൂടെ ഒരുമ്മ കുഞ്ഞിനെ ചേർത്തുപിടിച്ചതുപോലെ കിടത്തിയാണ് മറവ് ചെയ്തത്. അത് കണ്ടതും ഞാൻ എന്തിനെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു. അവരുടെ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങി. അല്ലാഹു അവർക്ക് ദുനിയാവിൽ വെച്ച് കൊടുക്കാത്തത് അവരുടെ ഖബർ ജീവിതത്തിൽ കൊടുത്തനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിങ്ങൾ ചോദിക്കുന്നത് അവൻ നൽകും. പ്രാർത്ഥന കൈവിടാതിരിക്കുക. ആരോരും കൂടെയില്ലാത്ത ദുനിയാവിലെ നന്മകൾ മാത്രം കൊണ്ടുപോകുന്ന ഖബറിലേക്ക് നീ ഞങ്ങൾക്കും വെളിച്ചം നൽകണേ നാഥ. ആമേൻ.